KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നടക്കുന്ന വഴിയാണിത് ഹോസ്റ്റലിലേക്ക് പോവാനായിട്ട്. ഇത് പുന്നമട കായലാണ്. പുന്നമട കായലിൻ്റെ സൈഡിലെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ നടന്നിട്ടാണ് ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. പിന്നെ അപ്പുറത്തൊരു ഇടവഴിയുണ്ട്. ആ ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. ഈ വഴിയാണ് ഞാൻ പോകുന്നത്. ഇതാണ് എൻ്റെ വഴി. ഇത് നേരെ ചെല്ലുന്ന കിൻഡർ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കാണ്. കിൻഡർ ഹോസ്പിറ്റലിൻ്റെ സൈഡ് വശം വഴിയാണ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് കിൻഡർ ഹോസ്പിറ്റൽ. എൻ്റെ ഹോസ്റ്റൽ എത്താറായിട്ടുണ്ട്. ഇത് നേരെ ചെന്ന് കയറുന്നത് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എൻ്റെ വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ വരുന്നത്. ഈ ഹോസ്റ്റലിൽ ഒരുപാട് കുട്ടികളുണ്ട്. കോഴിക്കോട്, മലപ്പുറം, അതുപോലെ തൃശ്ശൂർ, കാസർഗോഡ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ജില്ലയിൽ വേറെ ജില്ലകളിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഹോസ്റ്റലിലുണ്ട്. നല്ല ഫ്രണ്ട്ലി മൈൻഡായിട്ടുള്ള വാർഡനും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുമാണ് നമ്മുടെ ഹോസ്റ്റലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ കിടങ്ങാമ്പറമ്പ്, ആലപ്പുഴ. അതാണ് കറക്റ്റ് അതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ആർക്കെങ്കിലും ആലപ്പുഴ എന്തെങ്കിലും പഠിക്കാനോ വർക്ക് ചെയ്യാനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഹോസ്റ്റൽ സജസ്റ്റ് ചെയ്യുന്നു ഞാൻ. കാരണം എന്നെ സംബന്ധിച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ എന്തെങ്കിലും നമുക്കൊരു വയ്യായികയോ എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇവർ നല്ല ഹെൽപ്പിംഗ് ആണ്. അതുപോലെ ഫുഡും വലിയ പ്രശ്നമില്ലാത്ത ഹോസ്റ്റലാണ്. ഇവിടെ വേറെ ഹോസ്റ്റലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫുഡിന് കുറച്ച് പ്രശ്നം വരും. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഫുൾ ഫ്രീഡവുമാണ്. അതുപോലെ ഫുഡിന് വലിയ പ്രശ്നമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഹോസ്റ്റലാണ്. അതുപോലെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. വാർഡനായാലും ഇവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരായാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഹോസ്റ്റല്. നല്ല ക്ഷീണമുണ്ട്. ഇത്രയും നടന്നു വന്നപ്പോൾ ഞാൻ റൂമിലേക്ക് പോവുക. കുട്ടികളൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് കുട്ടികളടങ്ങുന്ന ഒരു ബിൽഡിംഗ് ആണ് ഈ ഹോസ്റ്റല്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും.